ആദ്യ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ കാട്ടുതീയായി കത്തിപ്പടർന്ന് ലാലേട്ടൻ ദിലീപ് ചിത്രം ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ദിലീപ് ചിത്രത്തിന്റെ മൂന്നാം ദിനമായിട്ടുള്ള നാലാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട്, 4 ദിവസത്തെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജനപ്രിയ നായകൻ ദിലീപ്, മലയാളത്തിന് സ്വന്തം ലാലേട്ടൻ, അതോടൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ബൈജുത്ത്, അശോകൻ തുടങ്ങിയ മലയാളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള പ്രമുഖ താരങ്ങൾ അണിനിരത്തി നവാഗതനായ ധനഞ്ജയ് ശങ്കർ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു എന്ന് പറയുന്ന സിനിമ. പേരിന്റെ വൈവിധ്യം കൊണ്ട് ദിലീപിന്റെ ഒരു തിരിച്ചുവരനായിട്ട് കാത്തിരുന്ന പ്രേക്ഷകർക്ക് വലിയൊരു വിരുന്ന് തന്നെയായിരുന്നു ചിത്രം നൽകിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും ചിത്രത്തിനെതിരെ കടുത്ത ഡീഗ്രേഡിംഗ് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഡീഗ്രേഡിംഗിനെ അതിജീവിച്ച് ചിത്രത്തിന് ആദ്യ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറാൻ സാധിച്ചു. ഞായറാഴ്ച ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന് ഏകദേശം 3.5 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ 4 ദിവസത്തെ ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്ന വേൾഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 40 കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ദിലീപിന്റെ കരിയറിൽ മറ്റൊരു 50 കോടി ചിത്രമായിട്ട് മാറാൻ ഫഫോയ്ക്ക് സാധിക്കുമെങ്കിലും വലിയ വിജയങ്ങൾ ചിത്രം സ്വന്തമാക്കേണ്ടതായിരുന്നു. പ്രമുഖ യൂട്യൂബേഴ്സ് അടക്കം ചിത്രത്തിനെതിരെ കടുത്ത ഡീഗ്രേഡിംഗ് നടത്തിയത് തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട്. എങ്കിലും ക്രിസ്മസ് സമയത്തൊക്കെ ചിത്രം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രേക്ഷകരിലോട്ട് എത്തുമെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ദിലീപ് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.